ശരിക്കും സാറിന് പ്രൊഡ്യൂസർ ആണോ ആവാനായിരുന്നു ഇഷ്ടം, ആക്ടർ ആവാനായിരുന്നു? അതെന്താ വെച്ചാല് ചാനലിൽ ആയിരുന്നല്ലോ നമ്മൾ, അപ്പൊ അത്യാവശ്യം 5 ഡിജിറ്റ് സാലറി ഉണ്ട് എനിക്ക്. വൺ ഓഫ് ദ ഹൈയസ്റ്റ് പെയ്ഡ് എക്സിക്യൂട്ടീവ്സ് ഇൻ കേരള എന്ന് വേണമെങ്കിൽ പറയാം, അറ്റ് ഡീസന്റ് ഏജ്. അപ്പൊ അവിടെ നിന്ന് സിനിമയിലേക്ക് വരാൻ തീരുമാനിച്ചു. ആക്ടിംഗ് ആണ് ഓഫർ ആദ്യം വന്നത്. അപ്പോ ഉള്ളിലുണ്ടായിരുന്നോ? ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഈ വീക്കെൻഡിൽ സിനിമയിൽ അഭിനയിക്കാൻ പോകും, 1-2 സിനിമയിൽ. അങ്ങനെയാണ് 22 ഫീമെയിൽ കോട്ടയത്തില്. അങ്ങോട്ട് ചോദിച്ചാണോ? അതെന്താ വെച്ചാല് അത് ഫ്രണ്ട്സ് ആയിരുന്നു അവരൊക്കെ. അപ്പൊ ഐ വാസ് പാർട്ട് ഓഫ് കൺസീവിംഗ് ദാറ്റ് പ്രോജക്റ്റ്. അപ്പം അങ്ങനെ ആ ക്യാരക്ടർ ചെയ്യുമെന്ന് ചോദിക്കുന്നു, അത് ചെയ്യുന്നു. 3 കിങ്സിലാണ് ആദ്യം. 3 കിങ്സിൽ VKP ആ സിനിമ കഥ പറയുന്നു, ആ സിനിമയുടെ റൈറ്റ്സ് വാങ്ങിക്കുന്നു. അങ്ങനെ VKP എനിക്കറിയാം. അപ്പോൾ VKP പറഞ്ഞു ഇതിനകത്തൊരു ചാനലുണ്ട്, അതായത് ഇതിനകത്ത് ലാസ്റ്റ് ഒരു റിയാലിറ്റി ഷോ ആണ്, അത് ഞങ്ങൾ സൂര്യ TV ആയിട്ട് കാണിച്ചോട്ടെ. അപ്പം ഞാൻ അതിൻ്റെ പെർമിഷൻ എടുത്തു. ഓക്കെ ഫൈൻ. അപ്പം അതിലൊരു VP വരണം, അപ്പം അത് ചെയ്യുമോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആ പെർമിഷൻ എടുത്തു. അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നത്. അപ്പം അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടാണ്, അത് ആഷിക്ക് കണ്ടിട്ടാണ് ആ ക്യാരക്ടർ ഒരു സീൻ ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സീൻ ചെയ്തു. അങ്ങനെ അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞ സിനിമയിൽ അന്ന് ഞാൻ ക്ലീൻ ഷേവണാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇച്ചിരി തടിച്ചിട്ട് ഒരു ബോംബെ നിന്ന് വന്നതിൻ്റെ ഒരു ബോംബെ എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ലാൽ ജോസ് സാറിന് ആ സിനിമയിൽ ഒരു നോർത്ത് ഇന്ത്യൻ SP വേണമായിരുന്നു. വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. അപ്പം അങ്ങനെ ആരോ പറഞ്ഞു ഇങ്ങനെ വിജയ് കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമയിൽ പോയിട്ട് SP ക്യാരക്ടർ ചെയ്യുന്നത്. അന്ന് ജോമോൻ ആണ് ക്യാമറ ചെയ്തത്. അപ്പം അതിന് 2 ദിവസം മുമ്പ് കണ്ടാണ് ഇവർ നീനയുടെ സ്ക്രിപ്റ്റ് വായിക്കുന്നത്. അപ്പം ക്യാമറയിലൂടെ നോക്കിയിട്ട് ജോമോൻ പറഞ്ഞു അത്രേ, നമുക്ക് ഇതുപോലെ ഒരാളല്ലേ മറ്റേ ക്യാരക്ടറിൽ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ലാൽ ജോസ് സാറും പറഞ്ഞു ഇതുപോലെ ഒരാൾ, ഇവനും അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ ലാൽ ജോസ് സാറെ വിളിച്ചിട്ട് പറയണത്, നിനക്ക് എൻ്റെ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോന്ന്. നമ്മളെന്ത് വേണ്ടോന്നറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു നായകനോ, അത് കൊള്ളാം. അത് ഈ ക്രിയേറ്റീവ് ബ്ലോക്ക് വരും. നമ്മൾ ഈ ചാനലിൽ കുറേ ചെയ്ത് കഴിയുമ്പോൾ അതായത് ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നൽ വരും. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്തായാലും ഒരു പെർമിഷൻ തരില്ല. അപ്പൊ റിസൈൻ ചെയ്താൽ എന്ത് ചെയ്യും? അഭിനയോ പാളിയ എന്ത് ചെയ്യും? എന്റെ സാലറി അതും പോയി. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഒരു പ്രൊഡക്ഷനും കൂടെ പാരലലി പിടിച്ചാൽ നമുക്ക് എന്തായാലും അറിയാവുന്ന പണിയായി. സ്മോൾ സ്ക്രീനിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ, അത് ബിഗ് സ്ക്രീനിലേക്ക് അപ്ലൈ ചെയ്താൽ പോരെ. ഇതിന്റെ ഹെഡ്സ് എല്ലാം സെയിം തന്നെയാണല്ലോ. എങ്ങനെ സാറിന്റെ ബാനർ ഫ്രൈഡേ മൂവീസ്, അത് ഫ്രൈഡേ എനിക്ക് ആ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴും ആ പേര് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ അല്ലേ, അവധി ആലോചിച്ചിട്ടാണല്ലേ. ഫ്രൈഡേ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സിനിമയിലേക്ക് വരുമ്പോ വൺ ഫ്രൈഡേ ഫ്രൈഡേ ആണല്ലോ റിലീസ് ചെയ്യുന്നത്. അപ്പം അതെല്ലാം കൂടെ ഒത്തു വന്നു. ഞാൻ ചോദിക്കുവായിരുന്നു എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടോ. അല്ല, അത് സിനിമ റിലീസ് ചെയ്യുന്നത് ഫ്രൈഡേ ആയതുകൊണ്ടാണ് ആ ഫ്രൈഡേ. ഞാൻ അത് വിചാരിച്ചു, പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു ഫ്രൈഡേ. എനിക്ക് ഫ്രൈഡേ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഫ്രൈഡേ ഞങ്ങളുടെ സ്കൂളിൽ കളർ ഡ്രസ് ഇടാം. ഇതൊക്കെയാണ് കയ്യിൽ വന്ന. ഓക്കെ, Let's cook with love.